ഓൾ മുഖ്യാബ് ഡോക്ടറിൻ്റെ വീക്ക്ലി അനാലിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എനിക്കറിയാം നിങ്ങൾ കാത്തിരിക്കുകയാണെന്നുള്ളത്. സാധാരണ ഇതിൽ ഞാൻ നേരത്തെയാണ് ചെയ്യാറുള്ളത് അല്ലേ. അപ്പം ഇതിനിടയിൽ 2-3 തിരക്കുകൾ, 2-3 സ്പെഷ്യൽ വീഡിയോ ചെയ്തു. കമ്മോഡിറ്റി ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ലേറ്റായി. അത് മാത്രമല്ല, ഞാൻ എത്ര നേരത്തെ ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾ ഇതെല്ലാം അവസാന നിമിഷമേ കാണത്തുള്ളൂ. അപ്പോൾ പിന്നെ ഞാൻ നേരത്തെ ചെയ്തിട്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനങ്ങ് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടല്ല, ഒന്ന് രണ്ട് തിരക്കുള്ളതുകൊണ്ടാണ് താമസിച്ചത്. ഓക്കെ, എന്നാലും ഇന്ന് നിങ്ങൾക്ക് ഒരു ദിവസമുണ്ട് ഇത് കേൾക്കാനും അതിനനുസരിച്ച് നിങ്ങളുടെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യാനും. ഓക്കെ, അപ്പം ജസ്റ്റ് കഴിഞ്ഞ 2 ദിവസം, കഴിഞ്ഞ 22-ാം തീയതി മുതൽ ഈ പറയുന്ന ഒരു കൺസോളിഡേഷൻ സ്റ്റേജിലേക്കാണ് മാർക്കറ്റ് പോയത് അല്ലേ. ഒരു കൺസോളിഡേഷൻ മോഡിലേക്കാണ് മാർക്കറ്റ് പോയത്. അതിനുശേഷം മാർക്കറ്റ് എന്താ സംഭവിച്ചത്? നമ്മൾ ഈ പാറ്റേൺ ശ്രദ്ധിക്കുകയാണെങ്കിൽ മനസ്സിലാവും. ഒരു ഇൻവേർട്ടഡ് ഫ്ലാഗ് ആൻഡ് പോൾ വന്ന് വയ്ക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു ഫ്ലാഗ് ആൻഡ് ബോൾ സെറ്റപ്പാണ് മാർക്കറ്റിൽ കണ്ടിന്യൂസ് ആയിട്ട് കഴിഞ്ഞ 3-4 ദിവസമായിട്ട് ഇങ്ങനെ വീണുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം മാർക്കറ്റ് ഇവിടെ വന്നതിന് ശേഷം നമ്മുടെ കൃത്യമായ 26.011 നിങ്ങൾക്ക് എല്ലാവർക്കും മനഃപ്പാടമായിട്ടുള്ള ഒരു പോയിന്റാണ് ഈ 26.011 എന്ന് പറയുന്ന പോയിന്റ് അല്ലേ. കറക്റ്റ് അവിടെ വന്ന് മാർക്കറ്റ് എന്ത് ചെയ്തു? റിവേഴ്സ് ചെയ്തു. ഇനിയിപ്പം എന്താണ് സംഭവിക്കുന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അപ്പം നിങ്ങളുടെ ഇതിനെപ്പറ്റി ഇനി കൂടുതൽ ഞാൻ വിശദീകരിക്കുന്നില്ല. ഇനിയിപ്പം എന്താണ് ഫർദറായിട്ട് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യമാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. അപ്പം ഇവിടെ മാർക്കറ്റ് ഇപ്പം 2025 അവസാനിക്കാൻ പോവുകയാണ് അല്ലേ. അപ്പം ഇവിടെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കഴിഞ്ഞ ഈ ഒരു വർഷം 2025 എന്ന് പറയുന്നത് 22,000 to 26,000 ആയിരുന്നു. 4,000 പോയിന്റിൻ്റെ ഒരു റേഞ്ച് ആയിരുന്നു 2025 നമ്മൾ കണ്ടത് ഇല്ലേ. ഇത് ശരിക്കും നമ്മൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ 5 കാശിൻ്റെ റിട്ടേൺ കൊടുത്തിട്ടില്ല 24-ഉം 25 തമ്മിൽ കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. 25 ഏകദേശം എനിക്കിന്ന് സെപ്റ്റംബർ ആണെന്ന് തോന്നുന്നു. സെപ്റ്റംബർ ആ സമയത്താണ്, ജൂലൈ ഓഗസ്റ്റ് ആ സമയത്താണ് മാർക്കറ്റ് ഓൾ ടൈം ഹൈ അടിച്ചത്. അതിനുശേഷം മാർക്കറ്റ് വീണ്ടും തിരിച്ചു വന്ന് 2 മാസത്തിന് മുന്നേ വീണ്ടും ആ ഓൾ ടൈം ഹൈ ടച്ച് ചെയ്തു, വീണ്ടും അവിടെ കിടന്ന് ആടി കളിക്കുകയാണ്. അപ്പം ഇനിയിപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ 2025 26,000 നിലനിർത്തി കാണിക്കുക എന്നുള്ളത് എൻ്റെ ചിന്ത മാത്രമാണ് ഈ പറയുന്നത്. ഞാൻ എൻ്റെ പേഴ്സണൽ വ്യൂ ആണ് പറയുന്നത്. 2025 അവസാനിക്കുമ്പം 26,000 മുകളിൽ നിലനിർത്തി കാണിക്കേണ്ടത് സർക്കാരിൻ്റെ ആവശ്യമാണ്. ഓക്കെ, കാരണം ലോകം മുഴുവൻ ഇന്ത്യ മഹാസംഭവമാണെന്ന് കൊട്ടിഘോഷിക്കുകയും അതിനനുസരിച്ചുള്ള ബിൽഡപ്പ് ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവവിശേഷമാണ് നമുക്ക് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് മാർക്കറ്റിൽ കാണുന്നത് അല്ലേ. അത് പലപ്പോഴും പലരും അതിനെ പല രീതിയിൽ വ്യാഖ്യാനിക്കാറുണ്ട്. ഞാൻ അതിനൊന്നും മുതിരുന്നില്ല. അതൊന്നും നമ്മുടെ പരിധിയിൽപ്പെടുന്ന കാര്യങ്ങളല്ല. ഇൻഫ്ലേഷൻ ഡേറ്റ ആണെങ്കിലും GDP ഡേറ്റ ആണെങ്കിലും ഇതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തമായിട്ടുള്ള രീതിയിൽ വിശദീകരിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യാം. ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഞാനത് പറയുന്നത് ശരിയല്ല. ഓക്കെ, എനിവേ എന്തായാലും 26,000 മുകളിൽ നിലനിർത്തേണ്ടത് സർക്കാരിൻ്റെ ആവശ്യമാണ്, ഗവൺമെൻറ്റിൻ്റെ ആവശ്യമാണ്. സർക്കാരിൻ്റെ മുഖഛായയ്ക്ക് ഭംഗം വരും 26,000 താഴെ പോയി കഴിഞ്ഞാൽ. അതുകൊണ്ട് ഞാൻ പ്രതീക്ഷിക്കുന്നത് അടുത്ത 29, 30, 33 ദിവസമുണ്ട്. 30-ാം തീയതിയാണ് നമ്മുടെ എക്സ്പയറി. ഓക്കെ, അപ്പോൾ ഈ എക്സ്പയറിക്ക് 26,000 മുകളിൽ നിലനിർത്തും. ഈ ഡിസംബർ 31 ക്ലോസ് ചെയ്യുമ്പം മാർക്കറ്റ് 26,000 മുകളിൽ നിൽക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ സംഭവിക്കാനാണ് സാധ്യത വളരെ കൂടുതൽ. കാരണം നമ്മൾ മൊത്തത്തിൽ നിന്ന് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ സംഭവിച്ചേ മതിയാകൂ. അതാണ് നിലവിലെ സാഹചര്യം കൊണ്ട് എനിക്ക് മനസ്സിലാവുന്നത്. ഇനി നമ്മൾ ഗ്ലോബലി 1-2 കാര്യം നമ്മൾ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ നെഗറ്റീവ് ന്യൂസുകളും പോസിറ്റീവ് ന്യൂസുകളുണ്ട്. പോസിറ്റീവ് ന്യൂസ് ആദ്യം പറയാം. കഴിഞ്ഞ ദിവസം ഞാൻ RBIയുടെ 2 ലക്ഷം കോടി രൂപയുടെ ഒരു സെറ്റപ്പിനെ പറ്റി ഞാൻ സംസാരിച്ചായിരുന്നു. നിങ്ങൾ എത്ര പേര് കണ്ടു എന്ന് എനിക്കറിയത്തില്ല. എങ്കിലും അതിനകത്തിൽ ഞാൻ പറഞ്ഞായിരുന്നു, ഡിസംബർ 29, അതായത് നാളെ 29-ാം തീയതി ഫസ്റ്റ് ട്രഞ്ച് 50,000 കോടി രൂപ മാർക്കറ്റിലോട്ട് ഇൻഫ്യൂസ് ചെയ്യുന്ന ഒരു RBI ഇൻഫ്യൂസ് ചെയ്യും. 50,000 രൂപ, അതായത് ബാങ്കുകൾക്ക് ഈ പൈസ കൊടുക്കും. അപ്പോൾ ഇതൊരു പോസിറ്റീവ് ന്യൂസാണ്. പക്ഷേ ഇത് പ്രാക്ടിക്കലായിട്ട് മാർക്കറ്റിൽ എത്തണമെന്നുണ്ടെങ്കിൽ സമയം പിടിക്കും.
ഓക്കെ, ഞാനിന്ന് അതിന് വിശദമായിട്ട് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഈ 50,000 കോടി രൂപ മാർക്കറ്റിൽ ഇൻഫ്യൂസ് ചെയ്യുന്ന വെച്ചാൽ മാർക്കറ്റിൽ ഡയറക്റ്റ് കൊടുക്കുകയല്ല, ഇത് ബാങ്കുകൾക്കാണ് കൊടുക്കുന്നത് ഈ പൈസ, അല്ലേ? ബാങ്കുകൾക്കാണ് ഈ പൈസ കൊടുക്കുന്നത്. ഈ ബാങ്കുകളിൽ നിന്ന് ഈ പൈസ ആരുടെയിൽ എത്തണം? കോർപ്പറേറ്റുകളുടെയും ഗവൺമെൻറ്റുകളിലും കസ്റ്റമേഴ്സിൻ്റെ കയ്യിലൊക്കെ, നമ്മുടെ പോലുള്ള റീറ്റെയിലേഴ്സിൻ്റെ കയ്യിലൊക്കെ ഈ പൈസ എത്തണം. എത്തിയാണ് ഇത് മാർക്കറ്റിൽ റിഫ്ലക്റ്റ് ചെയ്യേണ്ടത്. പിന്നെ ഈ ന്യൂസിൻ്റെ പുറത്ത് ഒരു പക്ഷെങ്കിൽ മാർക്കറ്റ് പ്രതികരിക്കുമായിരിക്കും അതിനോട് എന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷേ ആ പ്രതികരണം വളരെ ടെമ്പററി ആയിരിക്കും. ഇതിൻ്റെ റിസൾട്ട് കാണണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 1, 2, 3 അല്ല അടുത്ത ക്വാർട്ടറുകൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പം 4 ട്രഞ്ചുകളായിട്ടാണ് ഞാൻ പറഞ്ഞു. ജനുവരി കൊണ്ട് ഇത് തീരും. ജനുവരി അവസാനം കൊണ്ട് ഈ 2 ലക്ഷം കോടി രൂപയും RBI ഗവൺമെൻറ്റിന് നൽകും, അല്ലേ? അപ്പോൾ ഈ പൈസ മാർക്കറ്റിലെത്താൻ വേണ്ടി എന്തായാലും സമയമെടുക്കും. ആ സമയം എടുക്കുമ്പം അതിൻ്റെ റിഫ്ലക്ഷൻ അടുത്ത ക്വാർട്ടറുകളിൽ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നല്ല മാർജിനും പ്രോഫിറ്റും ഒക്കെ നമുക്ക് ഒരു പക്ഷേ ഈ കമ്പനികളിൽ കാണാൻ പറ്റുമായിരിക്കാം എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അപ്പം ഈ ഒരു ന്യൂസിൻ്റെ കാര്യത്തിൽ ഒരു പക്ഷേ മാർക്കറ്റ് കുറച്ച് റാലി ചെയ്യാൻ സാധ്യത ഉണ്ട്. പക്ഷേ അത് ടെമ്പററി ആയിരിക്കും. പെർമനൻ്റ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അടുത്ത ക്വാർട്ടർ കഴിഞ്ഞെങ്കിലേ മനസ്സിലാകത്തുള്ളൂ. ഇതാണ് ഒരു പോസിറ്റീവ് ന്യൂസ് എന്നുള്ളത് പറയാം. ഇനി രണ്ടാമത്തെ കാര്യം, പിന്നെ എല്ലാ ബ്രോക്കർമാരും ഇപ്പം ഗോൾഡ്മാൻ സാക്സ് ആയാലും മറ്റനേകം ബ്രോക്കർമാർ നമ്മളുടെ ഇന്ത്യയെ 2026 ഒരു നല്ല വളർച്ചാ സാധ്യത ഉണ്ട് എന്ന് ധാരാളം ബ്രോക്കർമാർ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അത് ഒരു പോസിറ്റീവ് ന്യൂസാണ്. കാരണം കഴിഞ്ഞ 1-2 വർഷമായിട്ട് മാർക്കറ്റ് ഒരു കൺസോളിഡേഷൻ മോഡിലായിരുന്നു ഇന്ത്യൻ മാർക്കറ്റ്, ഇല്ലേ? അല്ലെങ്കിൽ ഒരു റേഞ്ച് ബൗണ്ട് മാർക്കറ്റായിരുന്നു. അപ്പോൾ ആ റേഞ്ച് ബൗണ്ട് മാർക്കറ്റിന് ശേഷം മാർക്കറ്റ് ഒരു ബ്രേക്കൗട്ട് നൽകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ പലരും 30,000 ഒക്കെയാണ് പറയുന്നത്. 30,000, 29,000 ഒക്കെ എത്തും എന്നുള്ളതാണ്. 2026 എത്തും എന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും ഇതിനെപ്പറ്റി ഞാൻ വിശദമായിട്ട് ഡിസംബർ 31 എൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. വളരെ വിശദമായിട്ട് നിങ്ങളെല്ലാവരും കാണാൻ ശ്രമിക്കുക. കഴിഞ്ഞ ഡിസംബർ 30, 2024 ഡിസംബർ 31 ഞാൻ ഇതുപോലൊരു വീഡിയോ ചെയ്തിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾ പലരും കണ്ടു കാണുമായിരിക്കും. കാണാത്തവർ ഞാനതിൻ്റെ ഐ ബട്ടണിൽ കൊടുത്തേക്കാം. നിങ്ങളതൊന്ന് കാണാൻ ശ്രമിക്കുക. 2024 ഞാൻ എന്താണ് പറഞ്ഞതെന്നും മാർക്കറ്റിൽ എന്താണ് സംഭവിച്ചതെന്നും നിങ്ങൾക്ക് തന്നെ ഒന്ന് താരതമ്യം ചെയ്യാം. അതേപോലെ തന്നെ ഈ പ്രാവശ്യവും ഡിസംബർ 31 ഞാനൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. എന്താണ് 2026 നമ്മുടെ എൻ്റെ ഒരു വ്യൂ, എൻ്റെ പേഴ്സണൽ വ്യൂ ആണ് എന്നുള്ളത് ഞാനൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇനിയിപ്പം നമുക്ക് ഞാൻ ഈ പറഞ്ഞ പോലെ ബ്രോക്കർമാരെല്ലാം അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ GDP ഭയങ്കരമായിട്ട് വളരും, 7.2 ഒക്കെ വരും, 6.8 വരും എന്നൊക്കെ പറഞ്ഞ് പലരും പറഞ്ഞിട്ടുണ്ട്. എന്തായാലും എല്ലാവരും പോസിറ്റീവ് ഒരു പിന്നെ വ്യൂ ആണ് ഇന്ത്യൻ മാർക്കറ്റിന് വേണ്ടി കൊടുത്തേക്കുന്നത്. ഓക്കെ, അത് 2 കാര്യം. ഇനിയിപ്പം നമ്മൾ ഇനിയൊരു കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് US നിന്ന് ഇതുവരെയായിട്ടും ട്രേഡ് ഡീല് സെറ്റായിട്ടില്ല. ഓക്കെ, അവർ ലാസ്റ്റ് പറഞ്ഞത് നവംബർ 30 ആദ്യം പറഞ്ഞിരുന്നത്, ഇല്ലേ? അത് മാറി ഡിസംബർ 31. അപ്പോൾ ഡിസംബർ 31 അടുക്കാൻ പോകുന്നു. ഇതുവരെയായിട്ടും അതിനെപ്പറ്റി നമാശിവ എന്നൊരു അക്ഷരം മിണ്ടിയിട്ടില്ല. ആയി എന്ന് പറയുന്നുള്ളതല്ലാതെ ഇതുവരെയായിട്ടും 2 പേരും തമ്മിൽ സമവായത്തിലെത്തി ഒരു പ്രഖ്യാപനത്തിലേക്ക് എത്തിയില്ല. അറ്റ്ലീസ്റ്റ് 25% അത് കട്ട് ചെയ്തില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇന്ത്യയുടെ കാര്യം കട്ടപ്പുകയാകാൻ സാധ്യത വളരെ കൂടുതലാണ്. അത് മാത്രമല്ല, വേറൊരു പ്രശ്നങ്ങളുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾ ന്യൂസുകൾ വായിച്ചവർക്കാണെങ്കിൽ അറിയാം, H1B വിസയുമായിട്ട് ബന്ധപ്പെട്ട് ഭയങ്കര പ്രശ്നം നടക്കുന്നുണ്ട്. പുറത്തോട്ട് വലുതായിട്ട് വരുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ H1B വിസയിലുള്ളവർക്കുള്ള വിസ റിന്യൂവൽ അവർക്ക് വളരെ പ്രശ്നമാണ്. അതിൻ്റെ അപ്പോയിൻമെൻ്റ് ഒക്കെ കൊടുക്കുന്നത് താമസിക്കുന്ന, ആ അപ്പോയിൻമെൻറ്റ് റീഷെഡ്യൂൾ ചെയ്യുന്നു. ഭയങ്കര സ്ക്രൂട്ടണിയും കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് IT സെക്ടറിലുള്ള എംപ്ലോയീസൊക്കെ വളരെ ഒരു ടെൻഷനിലാണ് ഇപ്പം നിലവിൽ. കാരണം എന്ന് പറഞ്ഞാൽ, ഇതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മൊത്തത്തിൽ US ഇഷ്യൂ ചെയ്തേക്കുന്ന H1B വിസ എന്ന് പറയുന്നത് 7,50,000. ഓക്കെ, 7,50,000 വിസയാണ് ആകെ H1B വിസയായിട്ട് കൊടുത്തേക്കുന്നത്. US ഇഷ്യൂ ചെയ്തേക്കുന്നത് 7,50,000 രൂപയാണ്. 50,000 വിസയാണ്. ഇതിൽ 5,50,000 ഇന്ത്യക്കാരുടെ പേരിലാണ്. ഇവിടെയാണ് പ്രശ്നം, മനസ്സിലായി? 5,50,000 വിസയും H1B വിസയും ഇന്ത്യക്കാരുടെ പേരിലാണ്. ബാക്കി ഉള്ള 2 ലക്ഷം വിസ മാത്രമേ ഉള്ളൂ ബാക്കിയുള്ള എല്ലാ രാജ്യക്കാർക്കും കൂടെ, മനസ്സിലായി? അപ്പം H1B വിസയുടെ മേജർ പങ്ക് കൈയാളുന്നത് ഇന്ത്യയാണ്.
അപ്പം കാരണം ഇന്ത്യൻ IT സെക്ടറാണ് അത് കൂടുതലും കൈയാളുന്നത്. അപ്പോൾ അങ്ങനെയാകുമ്പം ഈ H1B വിസയിൽ റിന്യൂ ചെയ്യുമ്പോൾ അതിന് കൂടുതൽ പുതിയ പുതിയ ക്രൈറ്റീരിയകൾ ഇപ്പോൾ US വെച്ചിട്ടുണ്ട്. അത് എത്ര പേര് ഫുൾഫില്ല് ചെയ്യും എന്നുള്ള കാര്യം നമുക്കറിയത്തില്ല. ഈ റിന്യൂ ചെയ്യേണ്ട സമയത്ത് കൊടുത്തേക്കുന്ന ആ ഡേറ്റ്, അപ്പോയിൻമെൻറ്റ് ഡേറ്റ് ഒക്കെ അവർ റീഷെഡ്യൂൾ ചെയ്യുന്നുണ്ട്, പിന്നെ അത് റിന്യൂ ചെയ്യാൻ വേണ്ടി താമസിക്കുന്നുണ്ട്. അങ്ങനെ പല ശുഭകരമല്ലാത്ത വാർത്തകളും US നിന്ന് നമ്മൾ കേൾക്കുന്നുണ്ട്. ഓക്കെ, അപ്പം ഇത് എങ്ങനെ IT സെക്ടറിനെ ബാധിക്കും എന്നുള്ളത് വലിയ ചോദ്യചിഹ്നമാണ്. ഇതിനകത്തിന് ഒരു സമവായം ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ സംഗതി പണി പാളും. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങളുടെ മനസ്സിലിരിക്കുക. അപ്പോൾ IT സെക്ടറിന് ടോട്ടലി ഒരു നെഗറ്റീവ് വാർത്തയാണ് ഈ സംഭവം. ഓക്കെ, പിന്നെ ഇന്നലെ ഒരു വാർത്ത കേട്ടത് റഷ്യ ഉക്രൈനെ കയറി അടിച്ചു, നല്ല രീതിയിൽ അറ്റാക്ക് ചെയ്തു. ഇതെപ്പോഴാണ് ഈ അറ്റാക്ക് ചെയ്തത്? സെലൻസ്കിയുമായിട്ട് വാഷിങ്ടൺ, അതായത് US ട്രംപും സെലൻസ്കിയും തമ്മിലുള്ള ഒരു കൂടിക്കാഴ്ച എങ്ങാണ്ട് നാളെയോ മറ്റന്നാളോ എങ്ങാണ്ട് തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് റഷ്യ കയറി അടിച്ചേക്കുന്നത്. അതിനി എന്തായി തീരുമെന്നുള്ള കാര്യം നമുക്കറിയത്തില്ല. ഇതിനകത്തിൽ ട്രംപിൻ്റെ കമൻ്റൊന്നും ഇതുവരായിട്ടും വന്നിട്ടില്ല. ട്രംപ് ഇതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നത് ഒരു വലിയ ആശങ്കാജനകമായ കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മാർക്കറ്റിൽ നിന്ന് പോസിറ്റീവായിട്ട് നെഗറ്റീവായിട്ട് നിന്ന് ആടിക്കളിക്കുന്നുണ്ട്. എന്തായാലും 2025 അവസാനിക്കുമ്പം 26,000 മുകളിൽ മാർക്കറ്റിനെ നിലനിർത്തുമോ ഇല്ലയോ എന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നമാണ്. ഞാൻ വിശ്വസിക്കുന്നത് 2026 മുകളിൽ 2026 ജനുവരി ഒന്നാകുമ്പോൾ അതിൻ്റെ മുകളിൽ തന്നെ നിലനിൽക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം ഇതിൻ്റെ കൂടെ കാണും ട്രേഡ് ഡീലും എല്ലാം വരുവാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് പറക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള അൺസർട്ടനിറ്റി നിൽക്കുമ്പോൾ, ഞാൻ പറയുന്ന കാര്യം ഇനി ശ്രദ്ധിച്ചേക്കണം, ഇങ്ങനെയൊക്കെയുള്ള അൺസർട്ടനിറ്റി നിൽക്കുമ്പം കഴിഞ്ഞ 2 വർഷമായിട്ട് FIIs കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ മാർക്കറ്റിൽ സെല്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ലപോലെ ഇവിടുന്ന് ഔട്ട്ഫ്ലോ പോകുന്നുണ്ട്, നല്ലപോലെ പോകുന്നുണ്ട്. അപ്പം ഈ FIIസിനെ പിടിച്ചു നിർത്താം. അപ്പോൾ FIIs ഇങ്ങനെ ഔട്ട്ഫ്ലോ നടത്തുമ്പം അതിനനുസരിച്ച് DIs വാങ്ങിച്ചു കൂട്ടുന്നുമുണ്ട്. അപ്പോൾ ഇനി ഇവർക്ക് ഒരു പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനുള്ള ഒരു അവസരം വേണ്ടേ? ചുമ്മാ അത് കാശെടുത്ത് മാർക്കറ്റിൽ വീശിയാൽ മാത്രം പാടി. ഇത് ആരുടെ കാശാണ്? നമ്മളെപ്പോലുള്ള റീറ്റെയിലേഴ്സിൻ്റെ കാശാണ്. മ്യൂച്വൽ ഫണ്ടിലും മറ്റു രീതിയിലും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസയാണ് DIs ഈ മാർക്കറ്റിൽ എടുത്തിട്ട് വീശുന്നത്. കാരണം എന്താണ്? മാർക്കറ്റിനെ പിടിച്ചു നിർത്താൻ വേണ്ടി. അപ്പോൾ ഇവർക്കും ഇനി പ്രോഫിറ്റ് ബുക്ക് ചെയ്യണ്ടേ, അതിനൊരു അവസരം വരണ്ടേ? അപ്പോൾ ഇങ്ങനെ ഒരു അവസരത്തിന് വേണ്ടി സർക്കാർ നെക്സ്റ്റ് ബജറ്റിൽ, നമ്മുടെ 2026 ബഡ്ജറ്റിൽ ഒരു പക്ഷെങ്കിൽ ഒരു ടാക്സ് എക്സംഷൻ തരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പ്രത്യേകിച്ച് FIIsന് അവരുടെ നോംസുകൾ കുറച്ച് ലഘൂകരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അവർക്ക് വെച്ചേക്കുന്ന റെസ്ട്രിക്ഷൻസോ അല്ലെ മറ്റെന്തെങ്കിലും അവർക്ക് ഫേവറബിൾ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ബഡ്ജറ്റിൽ പ്രഖ്യാപിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ FIIs തിരിച്ചു വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ, അപ്പം ഇങ്ങനൊരു പ്രതീക്ഷ നമുക്കുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബജറ്റിൽ ആ പ്രഖ്യാപനം ഉണ്ടാകും. അതുപോലെ തന്നെ ടാക്സ് എക്സംഷനും ഒരു പക്ഷെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും STTയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യത്തിൽ ടാക്സിനകത്തിൽ ഒരു സമവായം കൊണ്ടുവരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ നമ്മുടെ GST ഇപ്പോൾ പ്രഖ്യാപിച്ച പോലെ തന്നെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റിനെ അത് മോളോട്ട് പുഷ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അതിൻ്റെ കൂടെ തന്നെ ട്രേഡ് ഡീലും കൂടെ സെറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റിലൊരു പറക്കൽ നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, ഇതാണ് ഇപ്പം നിലവിലുള്ള ഒരു നമുക്ക് മാർക്കറ്റിനെ പറ്റിയുള്ളൊരു ടോട്ടൽ സമ്മറി. ഓക്കെ, ഇനിയിപ്പം അടുത്ത ദിവസം മാർക്കറ്റ് എന്ത് സംഭവിക്കും എന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. പറയാനൊന്നുമില്ല, ലെവലുകളെല്ലാം ഇവിടെ കിടപ്പുണ്ട്. നമുക്ക് 26,000 മുകളിൽ നിലനിൽക്കുകയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇവിടുന്ന് പറക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ 26,147 ഇത് ക്രോസ് ചെയ്ത് സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത 2 ദിവസം കൊണ്ട് തന്നെ മാർക്കറ്റ് ഇവിടെ എത്തും. 26,278 എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. 2 ദിവസം നമ്മുടെ മുന്നിലുണ്ട്. 3 ദിവസമുണ്ട്. 30-ാം തീയതി എക്സ്പയറി ചൊവ്വാഴ്ചയാണ്. 2 ദിവസമുണ്ട്. ആ 2 ദിവസം കൊണ്ട് ഒരു പക്ഷേ 26,000 മുതൽ 278 പോയിന്റ് ട്രാവൽ ചെയ്യാൻ 2 ദിവസം തികച്ച് വേണ്ട. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം മാർക്കറ്റ് പോസിറ്റീവായിട്ട് എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഈ ഏരിയയിൽ എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ 31-ാം തീയതി ഈ എക്സ്പയറിക്ക് 26,278 മുകളിൽ മാർക്കറ്റ് ക്ലോസിംഗ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഫർദറായിട്ട് പിന്നെ മാർക്കറ്റ് അവിടെ നിന്ന് മുകളിൽ പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇത് നിങ്ങളുടെ മനസ്സിലിരിക്കുക. ഇല്ല, 26,000 പൊട്ടിച്ച് താഴെ പോയാലും എപ്പോഴും മാർക്കറ്റ് അവിടെ നിന്ന്
കയറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ കയറണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ മാക്സിമം ടു മാക്സിമം 25,935 ഈ ഏരിയ ഇവിടം വരെ വന്ന് പൊട്ടി വന്ന് ഇവിടെ വന്നതിന് ശേഷം ഒരു പക്ഷേ ഇവിടുന്ന് വീണ്ടും തിരിച്ചു കയറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. 26,000 പൊട്ടി താഴെ പോയാലുള്ള കഥയാണ് ഞാൻ പറഞ്ഞത്. 25,935 വരെ പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ പോയാലും ഇവിടുന്ന് മാർക്കറ്റ് എപ്പോഴും റിവേഴ്സ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ദിവസങ്ങളിൽ മാർക്കറ്റിൽ എന്താ സംഭവിക്കുന്നുള്ളത് നമുക്ക് വളരെ വിശദമായിട്ട് നമുക്ക് സാഗൂതം വീക്ഷിക്കാം. എന്താണ് സംഭവിക്കാൻ പോകുന്നുള്ളത് ഞാൻ എൻ്റെ പ്രതീക്ഷ മുഴുവൻ 26,000-ന് മുകളിൽ മാർക്കറ്റ് നിലനിൽക്കും എന്നുള്ളതാണ്. ഓക്കെ, നമുക്കിനി അപ്പോൾ ഇത്രയുള്ള കാര്യങ്ങളെപ്പറ്റി ഇതിനെപ്പറ്റി പറയാൻ ഇനി അടുത്ത ബാങ്ക് നിഫ്റ്റി നമുക്ക് നോക്കാം. ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ഈ പറയുന്ന പോലെ തന്നെ നമുക്ക് ബാങ്ക് നിഫ്റ്റിക്കകത്തിൽ 60,000 നമ്മുടെ പ്രതീക്ഷ. 60,000 ഒരു വര ഇട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. ഈ പറയുന്ന പോലെ തന്നെ മാർക്കറ്റ് ഇവിടുന്ന് തിരിച്ച് കയറിയാൽ 59,000 നിലനിർത്തണം. ഈ 59,000 നിലനിർത്തി കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ നിഫ്റ്റി പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 60,000 ടച്ച് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുമാത്രമല്ല നമുക്ക് ഈ പറയുന്ന 50,000 കോടി രൂപയുടെ ഇൻഫ്യൂഷൻ ബാങ്കുകൾക്ക് ഫണ്ട് ഇൻഫ്ലോ വരുന്നുണ്ട്. അപ്പോൾ ആ ഇൻഫ്ലോ ഒരു പോസിറ്റീവ് മൊമെൻറ്റുമായിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ എക്സ്പയറിക്ക് തന്നെ നമുക്ക് ഒരു പക്ഷെങ്കിൽ 60,000 കാണാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇത് നിങ്ങളുടെ മനസ്സിലിരിക്കുക. അടുത്ത മിഡ് ക്യാപ്പിൻ്റെ കാര്യം നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ അണ്ടർ പെർഫോം ചെയ്ത് നിൽക്കുകയാണ്, നമ്മുടെ സപ്പോർട്ടിൽ നിൽക്കുകയാണ്. അപ്പോൾ ഇവിടുന്ന് ഈ പറയുന്ന പോലെ തന്നെ ഈ ഫിനാൻഷ്യൽ സെക്ടർ നമുക്ക് നമ്മുടെ മിഡ് ക്യാപ്പിലും ഏറ്റവും ജയൻ്റ് ആയിട്ടുള്ള ആൾ ഫിനാൻഷ്യൽ സെക്ടറാണ്. ഓക്കെ, അപ്പോൾ ഫിനാൻഷ്യൽ സെക്ടർ പെർഫോം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നിൽക്കുന്നത് കറക്റ്റ് സപ്പോർട്ട് 13,717. ഓക്കെ, ഈ 13,717 നിന്ന് പറന്ന് കയറാൻ സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 13,996 നമ്മുടെ റെസിസ്റ്റൻസ് ലെവൽ. ഇവിടൊക്കെ എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ് അടുത്ത 2 ദിവസം കൊണ്ട്. ഓക്കെ, 14,000 ടച്ച് ചെയ്താലും നമുക്ക് അതിശയപ്പെടാനൊന്നും ഇല്ല മിഡ് ക്യാപ്പിൽ. ബാക്കി ലെവലുകളൊക്കെ നിങ്ങളുടെ കയ്യിലിരിപ്പുണ്ട്. പൊട്ടുവാണെന്നുണ്ടെങ്കിൽ 644 പൊട്ടി താഴോട്ട് നോക്കുക. നമുക്ക് മേജറായിട്ടുള്ളത് 13,554 ഈ ലെവലാണ്. ഓക്കെ, വന്നാൽ ഇവിടം വരെ വന്നാലും റിവേഴ്സ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എങ്കിലും നമുക്ക് മാർക്കറ്റിലൊരു പോസിറ്റീവ് മൊമെൻറ്റം ആണെന്നുണ്ടെങ്കിൽ 14,000 എത്താൻ 13,717 നിലവിൽ. ഒരു പക്ഷെങ്കിൽ ഈ എക്സ്പയറിഡ് എന്ന് 14,000 എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇതൊക്കെ സംഭവിക്കണമെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഒരു 26,000-ന് മുകളിൽ നിഫ്റ്റി ഇന്നെങ്കിൽ മാത്രമേ ഈ സംഗതികളെല്ലാം നടക്കുകയുള്ളൂ. ഓക്കെ, സെൻസെക്സും ജസ്റ്റ് നമുക്ക് നോക്കിയേക്കാം. പലർക്കും പരാതിയുണ്ട്, സാറേ സെൻസെക്സ് പറയുന്നില്ല, മറന്നു പോകുന്നതാണോ എന്ന്. മറന്നു പോകുന്നൊന്നുമല്ല. ഞാൻ സാധാരണഗതിയിൽ കൂടുതലും ആൾക്കാർ നിഫ്റ്റി നോക്കിയാണ് സെൻസെക്സ് ട്രേഡ് ചെയ്യാറുള്ളത്. അതുകൊണ്ടാണ് കൂടുതൽ പറയാൻ. എങ്കിലും നമ്മുടെ ലെവലുകളൊക്കെ ഏകദേശമൊക്കെ കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് 86,000 ഓക്കെ, 86,000-ന് മുകളിൽ നിലനിൽക്കണം. 86,000-ന് മുകളിൽ നിലനിൽക്കണം. ഈ 2025 അവസാനിക്കുമ്പോൾ നമുക്ക് ഈ മൊമെൻറ്റം നല്ല മൊമെൻറ്റം ആണെന്നുണ്ടെങ്കിൽ 86,000-ന് മുകളിൽ മാർക്കറ്റ് ക്ലോസ് ചെയ്യണം. എപ്പോൾ 2025 ഡിസംബർ 31 കഴിയുമ്പം ഇതിന് മുകളിൽ ക്ലോസ് ചെയ്യണം. അങ്ങനെ മാർക്കറ്റ് പോസിറ്റീവ് മൊമെൻറ്റം ആണെന്നുണ്ടെങ്കിൽ ഇതിന് മുകളിൽ ക്ലോസ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പം നിൽക്കുന്നത് 85,000 റേഞ്ചിലാണ്. 1,000 പോയിൻറ്റ് റാലിക്കുള്ള സാധ്യത വളരെ കൂടുതലാണ് പോസിറ്റീവ് മൊമെൻറ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ. അപ്പം അടുത്ത ദിവസങ്ങളിൽ ഇതൊക്കെ എന്താണ് സംഭവിക്കുന്നുള്ളത് നാളെ നമുക്ക് കറക്റ്റായിട്ട് കാര്യങ്ങൾ ഏകദേശം ഒരു വ്യക്തത കിട്ടും. മാർക്കറ്റിൻ്റെ ട്രെൻഡ് എന്താണെന്നുള്ളത്. അപ്പം ട്രെൻഡിനൊത്ത് പോവുക. അടുത്ത ദിവസങ്ങൾ എക്സ്പയറിയാണ്. കഴിവതും നിങ്ങൾ നെക്സ്റ്റ് എക്സ്പയറിയിൽ ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പം നാളെ എല്ലാവർക്കും ഒരു പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. ഞാൻ 31-ാം തീയതി ഒരു വീഡിയോ ചെയ്യും. അത് നിങ്ങളെല്ലാവരും കാണാൻ ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു ഓൾ.